ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിനെയാണ്. അപ്പോൾ പല്ലവി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശോഭ അങ്ങോട്ടേക്ക് വന്നു. എന്ത് പറ്റി? കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ നീ? പിന്നെ നീ എന്താ അതിൻ്റെ ഒരു സന്തോഷമൊന്നും നിന്റെ മുഖത്തില്ലല്ലോ. എന്നും ഓരോരോ പ്രശ്നങ്ങളല്ലേ. അത് ഓർക്കുമ്പോഴാ സേതുവേട്ടൻ ദേണ്ട അമ്മയെ കാണാൻ പോയി. അപ്പോൾ അതേണ്ട പെട്ടെന്ന് തന്നെ ആ അമ്മയെ കാണാനായിട്ട് പോയപ്പം അതിലും തടസ്സം, ഓരോരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുക അമ്മേ. അത് ഓർക്കുമ്പോഴാ ഒരു ടെൻഷൻ. എന്തിന്? അതിന് സേതു എന്ത് തെറ്റ് ചെയ്തു? സേതു അവളെ കാണാൻ തയ്യാറായി. ആ സ്ത്രീ തന്നെയല്ലേ തെറ്റ്? അതെ, സ്വന്തം മകനെ കാണാൻ സമയമില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞിനുപേക്ഷിച്ചു പോയുള്ള ശിക്ഷയാ ആ സ്ത്രീക്ക് ഇപ്പൊ കൊടുക്കുന്നത്. സേതുവേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹമാണ് നടക്കാതെ പോയത്. കുറച്ചു ദിവസം കഴിയുമ്പോ കാണാലോ. പിന്നെ എന്താ, ഡിവോഴ്സ് കിട്ടുന്നത് വരെ എല്ലാം ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പോഴാ അമ്മയുടെ രൂപത്തില് ഇപ്പൊ തടസ്സം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം അത് നടക്കാതിരിക്കുമോ അമ്മേ എന്ന് ചോദിച്ചു. നടക്കാതിരിക്കേ? നാളെ വേണമെങ്കിൽ നാളെ നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. സത്യം പറഞ്ഞാല് നിങ്ങളുടെ കല്യാണത്തിന് ആ ജോത്സ്യം പറഞ്ഞ ഒരു തടസ്സമല്ലാതെ വേറൊരു തടസ്സവും മുന്നിലില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു തടസ്സം തന്നെയല്ലേ. എന്തിനും ഒരു പരിഹാരമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഉടനെ നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റൂലോ. അതിനുശേഷം ആ കൂടിക്കാഴ്ച എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. എന്താ, ചിങ്ങം വിട്ട് എന്തായാലും അത് നീണ്ടു പോവില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ വേറെ എന്തെങ്കിലും തടസ്സം വന്നാലോ? വേറെ എന്ത് തടസ്സം വരാനാ? ഇന്ദ്രൻ എന്താണേലും അപ്പീല് പോവില്ല. പിന്നെ എന്ത് തടസ്സം വരാനാ? നീ വിഷമിക്കാതെ. നീ ഇപ്പൊ ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവൻ അനാവശ്യ കാര്യങ്ങളാ. അത് നീ മനസ്സിൽ നിന്ന് കളയ. നീ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുട്ടിയല്ലേ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ താഴേക്ക് വാ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പല്ലവിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പത്തെ സേതുവും അതേ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂർണിമ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. വിഷമായി അല്ലേ സേതു? വിഷമായി. യാത്ര കഴിഞ്ഞ് ലക്ഷ്മി ഉടനെ എത്തും. നീ എന്തിനാ വിഷമിക്കുന്നത്? അന്നേരം വേറൊരു തടസ്സം കയറുമില്ലെന്ന് ആര് കണ്ടു എന്ന് പൂർണിമാമയോട് ചോദിക്കാണ്. ഇനി തടസ്സമൊന്നും വരാൻ പോകുന്നില്ല മോനെ. അടുത്ത തവണ എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കും, വിഷമിക്കാതെ എന്ന് പറഞ്ഞു. അവൻ വേഗം തന്നെ സേതു, ഒന്നല്ല രണ്ടമ്മമാരാ നിനക്ക് അതിനുശേഷം കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോ വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. എന്തിനാ വെറുതെ ആഗ്രഹിച്ച ഒന്നും നടക്കാതെ പോകുന്ന ഒരവസ്ഥ ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല. അതെനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലായിരുന്നു എങ്കിൽ ഈ യാത്ര ഒരിക്കലും മുടങ്ങില്ലായിരുന്നു. രണ്ടമ്മമാര് അവര് തരുന്ന സ്നേഹം, സന്തോഷം, ആ ഒരു ജീവിതം, അതൊക്കെ ഒരു സ്വപ്നം മാത്രമായി തീർന്നു പോവോന്നാ ഇപ്പോ ഞാൻ പേടിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം പൂർണിമാമ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സേതുവിന്റെ സങ്കടമൊക്കെ കേട്ടിട്ട് എത്രയും പെട്ടെന്ന് അതിന് കഴിയട്ടെ, ഞാൻ കാണട്ടെ, എന്നിട്ടേ ഇനി അതിനെക്കുറിച്ച് ഞാൻ ഇനി എന്തെങ്കിലും സംസാരിക്കൂ എന്ന് പറഞ്ഞ സേതു ഇങ്ങനെ ഇരിക്കുകയാണ്. പൂർണിമയ്ക്കും ഒന്നും പറയാനില്ല. പിന്നെ അമ്മയെ പിരിയുമ്പോ എന്തുകൊണ്ടായിരിക്കും അമ്മേനെ കൂടെ കൊണ്ടുപോകാതിരുന്നത്? എപ്പോഴെങ്കിലും അറിയാമോ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? അത് എന്റെ കാഴ്ചപ്പാടുകൾ എനിക്കറിയാവുന്നത് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ ഒരിക്കലും എന്നോട് അത് സംസാരിച്ചിട്ടേ ഇല്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം മാത്രമാണ് സേതു എന്ന് പറഞ്ഞു. അവൻ സേതുവിന് ആകെ വിഷമായി കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ് സേതു ഓർത്തിട്ട്. അമ്മയെ കാണാൻ പോവില്ലേ നീ? അപ്പോ പറയായിരിക്കും, നീ ചോദിക്കണം എന്തിനാ തന്നെ ഉപേക്ഷിച്ചു പോയത്, എന്താ അതിനുള്ള റീസൺ എന്നൊക്കെ. ഒന്ന് ഞാൻ ഉറപ്പു തരാം, മനഃപൂർവ്വം ആയിരിക്കില്ല നീ ഇല്ലാതെ നിന്റെ അമ്മ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ നിവർത്തികേടോ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അതിന് പിന്നില് എന്നുകൂടി പൂർണിമാമ ഇങ്ങനെ കൂട്ടിച്ചേർക്കാണ് കേട്ടോ. ആ രഹസ്യങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നിന്റെ യാത്ര. നീ വിഷമിക്കാതെ. ഇത്തവണ മുടങ്ങിന്ന് കരുതി അതൊരിക്കലും നടക്കാതൊന്നും ഇരിക്കില്ലല്ലോ. എന്നെങ്കിലും അത് നടക്കുമ്പോ നീ കാണുമ്പോ നീ ചോദിക്കണം എന്തിനായിരുന്നു നിന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന്. അപ്പോ അതിനൊരു ഉത്തരം കിട്ടും എന്ന് പൂർണിമാമ പറയാണ്. നീ വെറുതെ വിഷമിക്കാതെ.
നീ വിഷമിക്കണ്ട, ഞാനല്ല ഇതിനുത്തരം പറയേണ്ടത്, ലക്ഷ്മിയാ നിന്റെ ആ സംശയം തീർക്കേണ്ടത്. നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ട് പൂർണിമാമ്മ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പൊ പല്ലവിതെ കോളേജിലെ കുറച്ച് പേപ്പേഴ്സും നോട്ട്സ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശോഭ വന്ന് നോക്കിയപ്പോ കിടന്നിട്ടില്ല. നീ ഇതുവരെയും കിടന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അച്ഛൻ ഉറങ്ങിയായിരുന്നോ? ആ, ഉറങ്ങി. അപ്പം ശോഭ പോകാൻ തുടങ്ങി. എന്നിട്ട് ശോഭ ഒന്നുകൂടി തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട്, അല്ല മോളെ, ഒരു കാര്യം ചോദിക്കട്ടെ, ലക്ഷ്മിന്നോ മറ്റോ ഒന്നല്ലേ സേതുവിന്റെ അമ്മയുടെ പേര്? അതെ. അല്ല, ആ സ്ത്രീയെ ഇവര് എന്തുകൊണ്ടായിരിക്കാം മാധവമേനോനെ ഉപേക്ഷിച്ചു പോയത്? അതിനെക്കുറിച്ച് സേതു നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ അതേക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടുമില്ല. ആ, ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. എന്തിനാ വെറുതെ സേതുവിന്റെ മനസ്സമാധാനം കളയുന്നത്? മനസ്സ് വിഷമിക്കണ്ടേ ചെയ്യേണ്ട ആവശ്യമില്ല. സേതുവേട്ടന് അച്ഛനെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അച്ഛന്റെ മരണം വരെ സേതുവേട്ടൻ അച്ഛൻ്റെ ഒപ്പം നിന്നിട്ടുമില്ല. എന്ന് വെച്ചാ മാധവ മേനോൻ തെറ്റുകാരനാണെന്ന് സേതുവും വിശ്വസിച്ചിരുന്നു എന്നർത്ഥം. അതെ, തീർച്ചയായിട്ടും. ആര് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചത് മുഴുവൻ അവനല്ലേ. ഒറ്റയ്ക്കായിരുന്നില്ലേ അവന്റെ ജീവിതം? അവർക്ക് രണ്ടുപേർക്കും അവരുടെ വാശി ജയിച്ചു. അമ്മയെ കാണണം, അതാണ് ആഗ്രഹം. ആ കൂടിക്കാഴ്ച കഴിഞ്ഞാലേ ആ മനസ്സൊന്ന് തണുത്തു തുടങ്ങുള്ളൂ. ആ, പാറു പറഞ്ഞതാ വെറുതെ ജാതകം നോക്കണ്ട എന്ന്. ഇപ്പൊ തോന്നുക അതൊന്ന് നോക്കാതിരുന്നാ മതിയെന്ന്. നോക്കിയത് കൊണ്ടാണല്ലോ ഇപ്പൊ മാതൃദുഃഖം മാറ്റണമെന്നൊരു അഭിപ്രായം വന്നത്. തടസ്സങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്നുള്ളത് എപ്പോഴും നല്ലത് തന്നെയല്ലേ? എല്ലാം നല്ലതിനാണെന്ന് നീ ഒന്ന് വിചാരിക്കാൻ ശ്രമിക്ക. അങ്ങനെ വിചാരിക്കുന്നതാ ബുദ്ധി. അമ്മയെ കാണാൻ തടസ്സം വന്നു. ഇനി എന്തൊക്കെ തടസ്സങ്ങളാ വരാൻ പോകുന്നതെന്ന് ആരറിഞ്ഞു എന്നായിരുന്നു പല്ലവിയുടെ സംശയം. ആ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണം തീരുന്നത് വരെ സമാധാനം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നാ തോന്നുന്നത്. അതിനിടയിൽ പലതും നടക്കും. അതിന്റെ ലക്ഷണങ്ങളാ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അതൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ശോഭ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ വേണ്ട രാജലക്ഷ്മി ഉണ്ട്, വിഷു ഉണ്ട്. ഇതെന്താടാ പുസ്തകമൊക്കെ ആയിട്ട്? റെഫർ ചെയ്യാനുള്ള പുസ്തകമേ, പഠിപ്പിക്കല്ലേ, അധ്യാപകനല്ലേ. അപ്പോ പിന്നെ അതെ, അധ്യാപകർക്ക് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാന് എന്താണെന്നറിയോ പഠിപ്പിക്കുന്നത്? ടീച്ചർ ആവലല്ല ഉദ്ദേശിക്കുന്നത്, ഗുരുവാവണം. അതായത് ജീവിതത്തെ കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാൻ പറ്റിയാൽ അതാണ് എന്റെ ലക്ഷ്യം. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ വിഷയം. ഇതൊക്കെ ഏട്ടന്റെ വെറും അഭിനയം മാത്രമല്ലേ? ഏട്ടൻ മാറി എന്ന് പറയുന്നത് വെറുതെ പറയല്ലേ? അനിയ, സംശയാത്മാ വിവശത കേട്ടിട്ടില്ലേ? സംശയമുള്ള ആത്മാവ് നശിക്കും, അതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒന്നും മിണ്ടിയില്ല. ദേ, ഞാൻ മാറി എന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് പുതിയൊരു ഇന്ദ്രനെ സൃഷ്ടിക്കാൻ ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ജയവും പരാജയവും എന്നെ മാത്രമേ ബാധിക്കുള്ളൂ, മറ്റാരും അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അമ്മേ ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞ് നേരെ വിശ്വത്തിന്റെ അടുത്തേക്ക് ചെന്നു. എടാ അനിയ, എന്നെ വില കുറച്ച് കാണരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനാ ഞാൻ. സത്യസന്ധത, അതാണ് ഒരു അധ്യാപകന് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു ഗുണം. ആ, എത്ര അറിവുണ്ടെങ്കിലും അയാൾ സത്യസന്ധനല്ല എങ്കിൽ തീർന്നു. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല. എന്നാ വരട്ടെ, റെഫർ ചെയ്യാൻ സമയമായി. ശരി, ബായ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. രാജലക്ഷ്മി വേഗം വിശ്വത്തിനടുത്ത് എന്നിട്ട്, നീ എന്തിനാടാ അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചത്? അത് അവന് വിഷമാവില്ലേ? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ നിനക്ക്? നിനക്ക് എന്തിന്റെ കേടാ? അവൻ വിഷു ഇങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അതെ, എനിക്കറിയാവുന്ന ആ ഏട്ടൻ അങ്ങനൊന്നുമല്ല, ഇങ്ങനെ ആവാനും പറ്റില്ല. ശേ, അവന് മാറണമെന്ന് തോന്നി അവൻ മാറി. അതിനിപ്പോ എന്താണ് തെറ്റ്? നിനക്ക് മാറണോ? നീ മാറിക്കോ, പ്രശ്നം തീർന്നില്ലേ? എങ്ങനെയൊക്കെ മാറിയെന്ന് അവകാശപ്പെട്ടാലും ഒരാളുടെ അടിസ്ഥാന സ്വഭാവം അത് മാറില്ല. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഏട്ടൻ മാറിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഓ, ഇനി വിശ്വസിക്കാം. അതുപോലൊരു സംഭവം ഉണ്ടാവട്ടെ, അതിനുശേഷം വിശ്വസിക്കാം. ഇത് തട്ടിപ്പാ. അതെ, മറ്റെന്തോ ഉണ്ട് മനസ്സില്. അതിന്റെ മുന്നൊരുക്കങ്ങളാ ഇതൊക്കെ. എടാ, ചങ്കെടുത്ത് കാണിച്ചാലും ചക്കപ്പഴമാണെന്ന് വിശ്വസിക്കുന്ന അവനെ ഒന്നും തിരുത്താനേ പറ്റില്ല. നീ അങ്ങനെ ഒരുത്തനാ, നീ വിശ്വസിക്കേ വേണ്ട. പക്ഷെ ഞാൻ ഇന്ദ്രന്റെ കൂടെയാ. അവൻ മാറിയോ ഇല്ലയോ,
തട്ടിപ്പാണോ അല്ലയോ അതൊന്നുമല്ല എൻ്റെ ഒരു പ്രശ്നം. അവൻ ആ പല്ലവി വിട്ടില്ലേ, അത് മതി എനിക്ക്, അത് മതിയിടാ. അതാ എനിക്ക് വേണ്ടത്, അതിലാടാ എനിക്ക് സന്തോഷം. പിന്നെ നീ കണ്ടോ, അവൻ മാറി. ഇനി അവന് അവളെക്കാൾ ഭംഗിയും സൗന്ദര്യവും ആഢ്യത്വവും ഉള്ളൊരു പെണ്ണിനെ കൊണ്ട് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കും. എന്നിട്ട് പട്ട് സാരി ഉടുത്ത് ഈടാവുന്ന ആഭരണങ്ങൾ ഒത്രയും ഇട്ട് ജില്ല് ജില്ലെന്ന് ഞാൻ ശബ്ദം ഉണ്ടാക്കി ഒരു വെലസ മോനെ നീ കണ്ടോ. എടാ പ്രാർത്ഥിക്കും, അങ്ങനെ ഒരു ദിവസം അടുത്ത് തന്നെ ഉണ്ടാവണേന്ന്. ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നീ അത് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു രാജലക്ഷ്മി. എന്നിട്ട് നേരെ അങ്ങോട്ട് ഞാൻ എവിടെ പോവാ എന്ന് ചോദിച്ചാൽ അടുക്കളയിലേക്ക് പോവാണ്. അപ്പം പിന്നെ കോളേജിലാണ് കാണുന്നത്. അപ്പം ഒരാള് സ്കൂളില് പ്രോജക്റ്റ് വെക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ടീച്ചറെ എന്നൊക്കെ വിളിച്ച്, നീ എവിടെയായിരുന്നു? ടീച്ചറെ സുഖമില്ലായിരുന്നു. ആ കള്ളമൊന്നും നീ പറയണ്ട, നീ ടൂർ പോയതാണെന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് എക്സാം സമയത്ത് ഇതിന്റെ മാർക്ക് കിട്ടിയില്ല എങ്കിൽ അത് നിന്നെ വളരെയധികം നിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമല്ലോ എന്ന് ഓർത്ത് മാത്രമാ ഞാൻ ക്ഷമിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല ടീച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഒപ്പിട്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പല്ലവി ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ ടീച്ചറെ, ടീച്ചർ ഇന്നലെ ഉണ്ടാവേണ്ടതായിരുന്നു. എന്താ? ഇന്നലെ നമ്മുടെ പുതിയ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നില്ലേ, പുതിയ ലെക്ചറർ? അതെ. എന്റെ പൊന്നെ, ഒരു പുള്ളി വന്നു. എന്റെ പൊന്ന്, എന്ത് ക്ലാസ് ആയിരുന്നു എന്നറിയാവോ? നല്ല അടിപൊളിന്ന് പറഞ്ഞാൽ പോരാ, ഷേക്സ്പിയറിനെയൊക്കെ വാരി അലക്കിന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത്രയ്ക്ക് ബ്രില്യന്റ് ആയിരുന്നു. കൊള്ളാലോ, അത്രയ്ക്കോ? എങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളിന് സന്തോഷമായി കാണുമല്ലോ. പിന്നെ പ്രിൻസിപ്പൾ ഭയങ്കര ഹാപ്പി ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രിൻസിപ്പൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷമായി. അത്ര ക്ലാസ്സാ, കേൾക്കേണ്ട ക്ലാസ് തന്നെയാ. ഇങ്ങനെ വേണം ക്ലാസ് എടുക്കാൻ. ഓഹോ, ഇത്രയും ബ്രില്യന്റാ. പിന്നെ ടീച്ചറെ കാണാനേ ഇത്തിരി സുന്ദരനാട്ടോ. ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് മോഹിച്ചു പോവും, അത്രയ്ക്ക് ഗ്ലാമർ ആന്നേ. ആ ഒരു കാര്യത്തില് ഞാനില്ല ടീച്ചറെ, എന്നെ വെറുതെ വിട്ടേരെ. ഈ BEd വരെ പഠിച്ചിട്ട് ഒരു പ്രേമത്തിലും ചെന്ന് തലവെക്കാത്ത ആളാ ഞാൻ. അപ്പൊ ഇപ്പോഴോ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പം അത് പിന്നെ അതിന് പ്രേമം എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ടീച്ചറെ? ചിലപ്പോ ഞാൻ ശരിക്കും എന്താന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. സേതുവേട്ടന്റെ കാര്യമാണെങ്കിൽ സേതുവേട്ടൻ എനിക്ക് ആരാ എന്ന് ചിലപ്പോ ദൈവത്തെ പോലെ തോന്നും, ചിലപ്പോ കാമുകലാന്ന് തോന്നും, ഭർത്താവാന്ന് തോന്നും, നല്ലൊരു ഫ്രണ്ടാന്ന് തോന്നും. അങ്ങനെ എല്ലാമാണ് സേതുവേട്ടൻ സത്യത്തിൽ എനിക്ക്. ഒരു പെണ്ണ് എങ്ങനെയാണ് ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒക്കെയാണ് എന്റെ സേതുവേട്ടനുള്ളത്. എന്താ പറയാ, സങ്കടത്തിൽ ആശ്വസിപ്പിക്കും, പിന്നെ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കും, സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കും, കരുതൽ തരേണ്ടടുത്ത് കരുതൽ തരും. അങ്ങനെ എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കേണ്ട അടുത്ത് പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ എല്ലാം ഒരു പെണ്ണിന് ഏറ്റവും ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് അവളെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ അവൾക്ക് പറ്റിയൊരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതല്ലേ. അത് തന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. ജീവിതത്തില് നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കൂടെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കുക എന്നുള്ളതാ. അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമാക്കരുത്. അങ്ങനെ ഒരാളാണ് സേതുവേട്ടൻ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ എന്ന് പറഞ്ഞു, ഇതുപോലെ ഒരാളെ കിട്ടിയത്. പിന്നെ എന്തിനാ വെച്ച് താമസിക്കുന്നത്, പെട്ടെന്ന് ആ ആളെ കൂട്ടിക്കൂടെ എന്ന് ടീച്ചർ ചോദിച്ചപ്പോ, അത് തന്നെ പ്ലാൻ, ഉടൻ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ കല്യാണം. എന്താണെങ്കിലും ഈ ചിങ്ങമാസം വിട്ടുപോവില്ല. അതിന് മുൻപ് തന്നെ സേതുവേട്ടനെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഭയങ്കര വാചാലയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെല്ലടിച്ചു. നോക്ക് സത്യം എന്ന് പല്ലവി പറയാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാനാണ്. അപ്പൊ ടീച്ചേഴ്സ് എല്ലാം ക്ലാസ്സിലേക്ക് പോവാണ്. ഈ സമയത്ത് പല്ലവിയും പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു സാമ്യം, എവിടെയോ കേട്ടു മറന്നൊരു ശബ്ദം. പല്ലവി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇന്ദ്രനാണ് നമ്മുടെ ഷേക്സ്പിയറെ വാരി അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രാമയാണ് വിഷയം. അപ്പൊ പിന്നെ ഇന്ദ്രൻ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പല്ലവി കണ്ട് ആളാകെ ഷോക്കായി പോയി. വല്ലാത്തൊരവസ്ഥ. പല്ലവി സ്റ്റക്കായി കുറെ നേരം നിന്നു. ഇവനോ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ ടീച്ചേഴ്സൊക്കെ ഇവനെ കുറിച്ചാണോ ഈ പുകഴ്ത്തി പറഞ്ഞത് എന്നും വിശ്വസിക്കാൻ പറ്റാതെ പല്ലവി നേരെ ചെല്ലുന്നത് നമ്മുടെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്കാണ്. സർ, ഇന്ദ്രജിത്തിനെ എന്ത് അടിസ്ഥാനത്തിലാണ് സാർ ഇവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് സ്ഥാനം കൊടുത്തത്? എന്റെ പൊന്ന് സാറേ, സാർ എന്തറിഞ്ഞിട്ടാ? എന്താ പ്രശ്നം? ഇന്ദ്രജിത്ത് എന്റെ മുൻ ഭർത്താവാണെന്ന് സാറിന് അറിയില്ലായിരുന്നോ? പല്ലവി, ഒരാളുടെ മുൻ ഭർത്താവാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? പിന്നെ തനിക്ക് അയാളോട് ദേഷ്യം കാണും എന്ന് കരുതി അയാളുടെ പെർഫോമൻസ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് മാത്രവുമല്ല,
അയാള് ശരിക്കും മാനേജ്മെന്റിന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമാണ്. അയാൾക്ക് നല്ല ഹൈ റെക്കമെൻഡേഷനും ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. സർ, അത് മാത്രമല്ല സർ, അയാളെപ്പോലെ ഒരാൾ കുട്ടികളെ പഠിപ്പിച്ചാൽ എങ്ങനെയാ ശരിയാകുന്നത്? അയാൾക്ക് പല മാനസിക രോഗമുള്ളതാണ്. അയാളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചാൽ പല പ്രശ്നങ്ങളും ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞു. പല പ്രശ്നങ്ങളും? എന്റെ പൊന്നു പല്ലവി, അത് ഒരു മാനസിക രോഗമായിട്ട് കൂട്ടാൻ പറ്റുമോ? അയാളുടെ രോഗവിവരം എന്നോട് വന്നപ്പോ തന്നെ തുറന്നു പറയുകയും ചെയ്തതാണ്. അത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു. ഇതോടെ കേട്ടപ്പോ പല്ലവി ആകെ ഷോക്കായി പോയി. പല്ലവി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.